ഓണാക്കിയല്ലേ, അപ്പോൾ നമുക്കൊരു കൊച്ചു തൃക്കാക്കരപ്പനെ ഉണ്ടാക്കാവേ. അപ്പോൾ ഞാനതിന് ഒരു ഫോം ഷീറ്റാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു തൃക്കാക്കരപ്പനെ ഉണ്ടാക്കാം. ആദ്യം നമുക്കൊന്ന് ആ ഷേപ്പ് വരച്ചെടുക്കാവേ. അപ്പം ഞാനിതിന് ഫസ്റ്റ് സ്ക്വയർ വരച്ചു കേട്ടോ. ഒരു 6 സെൻറ്റിമീറ്റർ വിത്ത് വരുന്നതും പിന്നെ ഹൈറ്റ് ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഷീറ്റിൻ്റെ അനുസരിച്ചാണ് എടുത്തത്. എന്നിട്ട് ഇവിടെ ഓരോ ഇഞ്ച് വീതം മുകളിൽ കുറച്ചിട്ടാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് വരച്ചെടുത്തു. അപ്പോൾ ഇതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് 4 പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേണ്ട ഏകദേശം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കട്ടർ വെച്ച് തന്നെ വെട്ടിയെടുത്തേക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ഫോം ഷീറ്റിൻ്റെ ഒരു ക്രാഫ്റ്റ് ചെയ്യുന്നത് കേട്ടോ. തൃക്കക്കരപ്പന ഉണ്ടാക്കുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഇനി ഇതിന് 2 സ്ക്വയർ വേണം. അതിൻ്റെ മുകളിലും താഴെയും കൂടി വെട്ടി കവർ ചെയ്ത് ഒട്ടിക്കാനായിട്ട്. അപ്പം ഞാനിതിന് എൻ്റെ കയ്യിലുള്ള ഗമ്മെന്ന് പറയുന്നത് ഫെബി ബോണ്ടാണ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതെങ്ങനെ ഇതിൽ ഒട്ടുമെന്നറിയില്ല, ട്രൈ ചെയ്ത് നോക്കാം. ഏകദേശം ഇത്രയും രൂപ ആയിട്ടുണ്ട്. 2 ചെറിയ പീസ് ഈ ഒരു ഹോള് അടയ്ക്കാനായിട്ടുള്ള 2 ചെറിയ പീസുകളും കൂടെ ഉണ്ട്. അപ്പോൾ അത് ഒന്ന് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് നമുക്കത് കളർ ചെയ്തെടുക്കാം. ഇതിൽ ഇപ്പോൾ ഇത് ഏകദേശം ഇങ്ങനെ ഒരു ഷേപ്പിലാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ കൊടുത്തി വേറെ 2 ചെറുതിയ തൃക്കക്കരപ്പൻ്റെ ക്രാഫ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിനെ കളർ ചെയ്തെടുക്കാം. പിന്നെ ഈ സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാനുണ്ട് കേട്ടോ. ഇതുണ്ടോ, അക്രിലിക് കളേഴ്സാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു യെല്ലോ ക്യാമലിൻ്റെയും പിന്നെ ഒരു ബ്രൗൺ കളറ് ഫെവിസറിൻ്റെയാണ്. ഇതൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. ഏകദേശം ഒരു ഫസ്റ്റ് കോട്ട് അടിച്ച് കഴിഞ്ഞു കേട്ടോ. ഇതേ നമ്മൾ ഈ ഒരു സ്പോഞ്ച് വെച്ചിട്ടാണ് ഇത് ടച്ച് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ തൃക്കക്കരപ്പൻ അല്ലെങ്കിൽ ഓണത്തപ്പൻ എന്നറിയപ്പെടുന്ന തൃക്കാക്കരപ്പൻ പൂക്കളത്തിൽ വെക്കാൻ വേണ്ടിയിട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ കുറച്ച് പെട്ടെന്ന് പെയിൻ്റൊക്കെ അടിച്ച് നോക്കിയതാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ കണ്ടോ ഇങ്ങനെ പരന്നിട്ടാണ്, അടിഭാഗം അങ്ങനെ തന്നെയാണ്. കളിമണ്ണ് കൊണ്ടോ അല്ലെങ്കിൽ മരക്കഷ്ണം വെച്ചിട്ടൊക്കെയാണ് സാധാരണ ഓണത്തപ്പനെ ഉണ്ടാക്കാറ്. തൃക്കാക്കര അമ്പലത്തിലെ പ്രതിഷ്ഠയെ പ്രതിനിധീകരിച്ചുകൊണ്ടിട്ടാണ് ഈ പൂക്കളത്തിൽ മധ്യത്തിലോ അല്ലെങ്കിൽ സൈഡിലൊക്കെ ആയിട്ട് തൃക്കാക്കരപ്പൻ്റെ ഒരു രൂപം വെക്കുന്നത് കേട്ടോ. പിരമിഡ് ആകൃതിയിലുള്ളൊരു രൂപമാണ് ഓണത്തപ്പൻ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്.